നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിൽ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയ കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ കൂടി പിടിയിൽ. തിരൂർ കൂട്ടായി പുതിയ കടപ്പുറം കൊണ്ടാരൻ്റെ പുരക്കൽ KP ഷൗക്കത്ത് അലിയെയാണ് താനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരപ്പനങ്ങാടി SI N മുഹമ്മദ് റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 8 ആയി. നേരത്തെ വിവിധ സമയങ്ങളിലായി 7 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ മെയ് 19 രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് നിന്ന് സ്വർണവുമായി എത്തിയ ചെട്ടിപ്പടി സ്വദേശിയായ യുവാവ് ഉടമകൾക്ക് സ്വർണം കൈമാറാതെ വഞ്ചിച്ചിരുന്നു. ഇത് ഇയാളിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് സ്വർണ്ണക്കടത്ത് സംഘം എറണാകുളത്തെ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെട്ടിപ്പടി സ്വദേശിയായ യുവാവിനെ തേടി കൊട്ടേഷൻ സംഘം ചെട്ടിപ്പടിയിൽ എത്തുകയായിരുന്നു. തുടർന്ന് കെട്ടുങ്ങലിൽ നിന്നും ആലുങ്ങലിലേക്ക് പോകുകയായിരുന്ന ചെട്ടിപ്പടി സ്വദേശിയുടെ വാഹനം കൊട്ടേഷൻ സംഘത്തിന്റെ കാറുകൊണ്ട് തടഞ്ഞു നിർത്തി മാരക ആയുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. ചെട്ടിപ്പടിക്കാരൻ്റെ സുഹൃത്തിൻ്റെ തലയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സംഭവം കണ്ട് ഇടപെട്ട നാട്ടുകാർക്ക് നേരെ കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ തോക്ക് ചൂണ്ടുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ സംഘടിച്ച് കൊട്ടേഷൻ സംഘത്തെ കൈകാര്യം ചെയ്തു. 2 പേരെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചു. ഇവരിൽ നിന്നും വടിവാളടക്കമുള്ള മാരകായുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. കൂടാതെ നാട്ടുകാർ കൊട്ടേഷൻ സംഘത്തെ കൈകാര്യം ചെയ്തതിനിടെ പിടിയിലായ 2 പേരെ കൂടാതെ ഉണ്ടായിരുന്നവർ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റുള്ളവർ പിടിയിലായത്. സംഭവത്തിൽ വൈപ്പിൻ സ്വദേശികളായ ഹിമസാഗർ, ആകാശ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. തുടർന്ന് റിയാസ്, താനൂർ സ്വദേശിക്ക് തൗഫ്സീർ, സായന്ത്, സംഗീത്, അജിത് ബാബു എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.